മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ബജറ്റിൽ വലിയ പ്രതീക്ഷകൾ വെക്കുന്നില്ല എന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യമാണെന്ന് ഞാൻ പറയും. അൺസർട്ടനിറ്റി ഉള്ളപ്പോഴാണ് ഈ ഗോൾഡിലേക്ക് ബൈങ് വരുന്നത്. മാർക്കറ്റ് താഴേക്ക് വരുന്ന ദിവസവും മുകളിലേക്ക് പോകുന്ന ദിവസവും അവർ 2000 കോടി 3000 കോടി വെച്ച് ക്യാഷ് മാർക്കറ്റ് സെല് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്ത്യൻ റുപ്പി താഴേക്ക് പോകുന്ന ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകൾ അണ്ടർ പെർഫോം ചെയ്യുന്നു. ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ETF വഴിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും മാർക്കറ്റിൽ അത് നല്ല പോസിറ്റീവ് ന്യൂസ് വന്നിട്ട് സ്റ്റോക്ക് താഴേക്ക് പോകുന്നേ കാണും. നമസ്കാരം, ഞാൻ അരുൺ. മൈഫിൻ TV പ്രേക്ഷകർക്ക് വേണ്ടി DBFSുമായി ചേർന്ന് മൈഫിൻ TV അവതരിപ്പിക്കുന്ന ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിലും നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് DBFSൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശ്രീ പ്രിൻസ് ജോർജ് സാറാണ്. സാർ, വെൽക്കം. താങ്ക് യു. സാർ, നമുക്ക് ആദ്യം മാർക്കറ്റിൻ്റെ റീസെൻറ്റ് പെർഫോമൻസിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഈ കഴിഞ്ഞ ജനുവരി മുതൽ ഉള്ള ഇതുവരെയുള്ള ഒരു പെർഫോമൻസ്, മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ജനുവരി 5-ാം തീയതിയാണ് നിഫ്റ്റി 50 ഓൾ ടൈം ഹൈ അച്ചീവ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ നോക്കുമ്പോൾ ഏകദേശം 1000 പോയിൻറ്റിന് മുകളിൽ ഒരു ഡൗൺഫോൾ കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഈ ഒരു സെൻറ്റിമെൻറ്റ്സിനെ സാർ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിലയിരുത്തുന്നത്? അപ്പോൾ ഈ ജനുവരിയിൽ ഓൾ ടൈം ഹൈ കട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. എന്താണെന്ന് ഞാനൊന്ന് പറയാം. അതായത് നമ്മളുടെ മാർക്കറ്റിലെ ഇൻഡെക്സ് ഓൾ ടൈം ഹൈ കട്ട് ചെയ്തു. പക്ഷേ ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ എന്ന് അപ്പോഴും 10% താഴെയായിരുന്നു ബ്രോഡർ മാർക്കറ്റ്. സാധാരണ നിക്ഷേപകരും മ്യൂച്വൽ ഫണ്ടുകൾ ഹോൾഡ് ചെയ്യുന്ന മിഡ് ക്യാപ്പ് ഓഹരികൾ അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് ഓഹരികൾ അത് 10-15% ഹൈയിൽ നിന്ന് താഴെയായിരുന്നു. അത് മാർക്കറ്റ് ഇൻഡെക്സ് ഓൾ ടൈം ഹൈ അടിച്ചപ്പോഴും അങ്ങനെയാണ് വന്നത്. ഇൻഡെക്സിൽ ഇതിന് മുമ്പുണ്ടായ ഹൈ എന്ന് പറയുന്നത് 26,300 ആണ്. അതിന് മുകളിൽ 26,350 വരെ ഇത്തവണ ജാനുവരി ജസ്റ്റ് അതിന് മുകളിൽ വരെ പോയി. അപ്പോൾ അതൊരു ബ്രേക്ക് ഔട്ടാന്നുള്ള രീതിയിൽ ഇപ്പോൾ ടെക്നിക്കലി ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ നോക്കുമ്പം ഒരു ഇൻഡെക്സ് ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്ത് പിന്നെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ അതൊരു സ്ട്രെങ്ത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ആളുകൾ പറയുന്നത്. അതൊരു സ്ട്രെങ്ത് ഉള്ള പക്ഷെ അങ്ങനെ ഒരു സ്ട്രെങ്ത് അവിടെ വിസിബിൾ അല്ലായിരുന്നു. അതായത് അണ്ടർലൈങ് മാർക്കറ്റ് ബ്രോഡർ മാർക്കറ്റ് അണ്ടർ പെർഫോം ചെയ്യുകയും ഇൻഡെക്സ് മാത്രം കുറച്ച് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ മാനേജ് ചെയ്ത് മുകളിലേക്ക് കയറിയപ്പോൾ ഇൻഡെക്സ് മാത്രം ഹൈ അടിക്കുകയും ചെയ്ത ഒരു അപൂർവമായ ഒരു സിറ്റുവേഷനാണ് ജാനുവരിയിൽ ഉണ്ടായേക്കുന്നത്. അതുകൊണ്ട് അതിനൊരു ടെക്നിക്കലി ഒരു വളരെ പോസിറ്റീവായിട്ടൊരു ഡെവലപ്മെൻറ്റായിട്ട് പലരും കണക്കാക്കിയിട്ടില്ല, നമ്പർ 1. അതുകൊണ്ട് തന്നെ അതിന് ശേഷം ഹൈ അടിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് സെല്ലിങ് വന്നു. അപ്പം മാർക്കറ്റ് ട്രെൻഡേ റിവേഴ്സലായിപ്പോയി. മാർക്കറ്റ് താഴേക്ക് വന്നു. അതിന് മുമ്പ് തന്നെ ഇപ്പോൾ നമ്മൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞൊരു 4-5 മാസമായിട്ട് എല്ലാ റാലിയിലും കൺസിസ്റ്റൻ്റായിട്ട് ഫോറിനേഴ്സ് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുക എവറി ഡേ. അത് ഇറസ്പെക്റ്റീവ് മാർക്കറ്റ് താഴേക്ക് വരുന്ന ദിവസവും മുകളിലേക്ക് പോകുന്ന ദിവസവും അവർ 2000 കോടി 3000 കോടി വെച്ച് ക്യാഷ് മാർക്കറ്റ് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സെല്ലിംഗ് പ്രഷർ ഒരു സൈഡിൽ കൂടെ നിൽക്കുന്നതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പിലും മാർക്കറ്റ് കയറി ഹൈയിലേക്ക് വന്നു. പുതിയ ഇയർ വന്നപ്പോൾ നമുക്ക് ഒത്തിരി എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. കാരണം നമുക്കൊരു ഉടനെ തന്നെ ഒരു ട്രേഡ് ഡീൽ വരും. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചതാണ്. ഈ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയപ്പോൾ തന്നെ ഏപ്രിലിൽ നമ്മൾ ട്രംപ് എന്ന് പറഞ്ഞൊരു പുതിയൊരു പ്രൈം മിനിസ്റ്റർ US വരുന്നു. ഇന്ത്യക്ക് വളരെ ഫേവറബിൾ ആയിരിക്കും. നമ്മുടെ പ്രൈം മിനിസ്റ്ററുമായിട്ട് അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ റാപ്പോ ഉണ്ട്. ഇക്വേഷൻ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ നിന്ന് നേരെ ഉൾട്ട എന്ന് പറയുന്നത്, അതായത് 360 ഡിഗ്രി തിരിഞ്ഞ് നമുക്ക് ഹയസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഉള്ള താരിഫ് സിറ്റുവേഷനിലാണ് നമ്മൾ കലണ്ടർ ഇയർ എൻഡ് ചെയ്തേക്കുന്നത്. ആ സിറ്റുവേഷനിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ജാനുവരിയിൽ ആദ്യം ഒരു ഹൈയിലേക്ക് പോയത്. പിന്നെ അവിടെ നിന്ന് ഈ മിഡ് ക്യാപ്പുകളും സ്മോൾ ക്യാപ്പും ഒക്കെ 10-15% താഴ്ന്നു നിന്നിരുന്ന വീണ്ടും താഴേക്ക് പോയി ജാനുവരിക്ക് ശേഷം. അതെന്തുകൊണ്ട് പോയി എന്ന് ചോദിച്ചാൽ ഈ ഹൈന് അടിച്ചതിന് ശേഷം ആളുകൾക്ക് നോക്കിയപ്പോൾ അവരുടെ സ്റ്റോക്കുകൾ കയറുന്നില്ല. അപ്പോൾ അത് എന്തായിരിക്കും അതിനൊരു ലോജിക്ക്? ഓഫ് കോഴ്സ് ഈ താരിഫിൻ്റെ ഇഷ്യൂ ഒരു വലിയൊരു ഇഷ്യൂ തന്നെയാണ്, അല്ലെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. US ഒരു വലിയ മാർക്കറ്റാണ്. നമ്മുടെ ഇവിടെ നിന്ന് ധാരാളം കമ്പനികൾ US എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു റീസണാണ്. 2 ഇൻഡെക്സിൽ അണ്ടർ പെർഫോം ചെയ്ത 2-3 സെക്ടേഴ്സ് എടുത്ത് നോക്കിയാൽ ഒന്ന് IT ആണ്, ഒന്ന് റിയൽ എസ്റ്റേറ്റ് ആണ്. അങ്ങനെ ചില മേഖലകളാണ് അണ്ടർ പെർഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ IT-യുടെ മേഖലയിലുള്ള ഒരു അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ AI പോലെയുള്ളൊരു വലിയ ട്രെൻഡ് വരുമ്പം നമ്മുടെ ഇവിടുത്തെ IT കമ്പനികൾ അതിനേക്ക് വേണ്ട മുൻകരുതൽ എടുത്തിട്ടില്ല. അവരുടെ ഒരു AI സ്റ്റോറിയാണ് ഇനി അൺഫോൾഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനകത്ത് എത്രമാത്രം പ്രയോജനം ഉണ്ടാക്കാൻ സാധിക്കും, അല്ല അവർ വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതിലേക്ക് നടത്തിയിട്ടില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് IT-ക്ക് അത് തന്നെയല്ല, ഇന്ത്യൻ IT സർവീസസ് കമ്പനികളുടെ ബിസിനസ് മോഡൽ തന്നെ അടുത്ത വർഷം മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫിയർ ഉള്ളതുകൊണ്ട് IT ഇൻഡെക്സ് അണ്ടർ പെർഫോം ചെയ്യുക ചെയ്ത്. പിന്നെ റിയൽ എസ്റ്റേറ്റ്, വേറെ ഒത്തിരി മേഖലകൾ അണ്ടർ പെർഫോം ചെയ്തിട്ടുണ്ട്. മീഡിയ ഒക്കെ അണ്ടർ പെർഫോം ചെയ്ത ഒരു സെക്ടേഴ്സാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വളരെ കുറച്ച് സെക്ടേഴ്സ് പെർഫോം ചെയ്തു. ആ പെർഫോം ചെയ്ത സെക്ടേഴ്സിൽ തന്നെ വളരെ ഹെവി വെയിറ്റ് ആയിട്ടുള്ള കുറേ സ്റ്റോക്കുകൾ പെർഫോം ചെയ്തപ്പോഴാണ് ഇൻഡെക്സ് ഹൈയിൽ പോയത്. അവിടെ നിന്ന് പെട്ടെന്ന് അതിനുള്ള റിവേഴ്സലും ഉണ്ടായതിൻ്റെ ഒരു കാരണം കോർപ്പറേറ്റ് ഏണിങ്സ് ഇപ്പോൾ ക്വാർട്ടർലി റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുക. ആളുകൾ പ്രതീക്ഷിച്ച അത്ര ലെവലിലേക്ക് വന്നിട്ടില്ല.
Q1 Q2 സോഫ്റ്റ് ആയിരുന്നു. അതെ. Q2 സോഫ്റ്റായി വന്നപ്പോഴാണ് പൊതുവേ ഈ ട്രംപിൻ്റെ താരിഫ് ഇഷ്യൂവിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് GSTയിൽ ഒരു റാഷണലൈസേഷൻ കൊണ്ടുവന്നു. അതെ. RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൊണ്ട് വന്നു. ഇതൊക്കെ കൊണ്ടുവന്നിട്ടും അതൊന്നും നമ്മുടെ കമ്പനികളുടെ റിസൾട്ടുകളിലേക്ക് പ്രതിഫലിക്കുന്നില്ല. ഉദ്ദേശിച്ച ലെവലിൽ ഒരു ബെറ്റർ റിസൾട്ട് Q3 വന്നില്ല. അപ്പോൾ അതാണ് ഒരു ഫോളിലേക്ക് വന്നത്. പിന്നെ ഫോൾ എന്തുകൊണ്ടൊരു 1000 പോയിൻ്റ് ആയിട്ടുള്ള ഒരു പാനിക് സെൽ ഓഫിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ ഇതിന് ശേഷം വന്ന ന്യൂസ് ഫ്ലോസ്, ഇൻ്റർനാഷണൽ ന്യൂസ് ഫ്ലോസും പോസിറ്റീവ് അല്ലായിരുന്നു. ഇൻ്റർനാഷണലി തന്നെ മണി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഹോട്ട് മണി ഇപ്പോൾ കമ്മോഡിറ്റീസിലേക്കും അങ്ങനെയുള്ള ലെവലിലേക്കും ഒക്കെയാണ് ഗോൾഡ്, സിൽവർ, പ്രഷ്യസ് മെറ്റൽസ്, മറ്റ് കമ്മോഡിറ്റീസ്, ഇൻഡസ്ട്രിയൽ കമ്മോഡിറ്റീസിലേക്കൊക്കെയാണ് ഡൈവേർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ബോണ്ട് ഈൽഡുകൾ ലോകത്തെല്ലായിടത്തും കൂടുന്നുണ്ട്. അപ്പം ബോണ്ട് മാർക്കറ്റുകളിലേക്കും കാശ് ഒഴുകി പോകുന്നുണ്ട്. അമേരിക്കയിലും ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുന്നു, ബോണ്ട് ഈൽഡ് കൂടി നിൽക്കുന്നു. ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ ട്രഡീഷണലായിട്ട് ബോണ്ട് ഈൽഡ് കുറഞ്ഞ് നിൽക്കുന്നിടത്തും ബോണ്ട് ഈൽഡ് കൂടിപ്പോയി. അപ്പം ഇക്വിറ്റി മാർക്കറ്റിൽ നിന്നൊരു ഔട്ട്ഫ്ലോ ഇന്ത്യ നേരത്തെ ഉണ്ടായിരുന്നു, ഗ്ലോബലി തന്നെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ ട്രംപിൻ്റെതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ദിവസവും വരുന്ന ന്യൂസുകൾ. അദ്ദേഹം യൂറോപ്യൻ യൂണിയൻ അഗൻസ്റ്റായിട്ട് താരിഫ് കൊണ്ടുവരുമെന്ന് പറയുന്നു, ഇപ്പോൾ വിഡ്രോ ചെയ്യുമെന്ന് പറയുന്നു, ഗ്രീൻലാൻഡ് പിടിക്കുമെന്ന് പറയുന്നു, ഇറാനിൽ ഇടപെടുമെന്ന് പറയുന്നു, വെനിസ്വേലൻ പ്രസിഡൻറ്റിനെ തട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ കണ്ടമാനം സ്റ്റോറീസ്, ന്യൂസ് ഫ്ലോസ് വരുന്നു. ഇതെല്ലാം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കൂട്ടുന്ന ന്യൂസുകളാണ്. അപ്പോൾ അങ്ങനെ ആളുകൾക്ക് ഒരു കംഫർട്ടൂടെ നഷ്ടപ്പെട്ടു. കോർപ്പറേറ്റ് റിസൾട്ടുകൾ മെച്ചമല്ല. ഓൾറെഡി അവരുടെ മിഡ് ക്യാപ്പ് ഓഹരികളിൽ കുറച്ചൊരു ലോസ് വന്നുകൊണ്ട് അവരൊരു ചെറിയൊരു രീതിയിൽ ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ട്, മാർക്കറ്റ് ഹൈ അടിച്ചിട്ടും അവരുടെ പോർട്ട്ഫോളിയോ പെർഫോം ചെയ്യാത്തതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു നെഗറ്റീവ് റിയാക്ഷൻ, ഇതൊരു നെഗറ്റീവ് റിയാക്ഷനിലേക്ക് വന്നുകൊണ്ടാണ് ഒരു പാനിക് സെൽ ഓഫായിട്ട് വെനസ്ഡേയിൽ ഒരു 24,950 വരെ നിഫ്റ്റി താഴേക്ക് വന്നു. 1000 പോയിൻ്റ് അല്ല ശരിക്കും പറയാൻ, 1300 1400 പോയിൻറ്റോളം ടോപ്പിൽ നിന്ന് താഴെ വന്നു. ഇപ്പോൾ ലോകത്തിലിപ്പോൾ പല നിക്ഷേപകരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കുറച്ച് കാലമെങ്കിലും ട്രംപ് ഒന്ന് വായ തുറക്കാതിരുന്നിരുന്നെങ്കിൽ എന്നായിരിക്കും. ഓക്കെ. ഇപ്പോൾ സാറിപ്പോൾ അണ്ടർ പെർഫോം ചെയ്യുന്ന കുറച്ച് സെക്ടറുകളെ കുറിച്ച് പറയുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു സെക്ടറാണ് നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ്. ഇപ്പോൾ അണ്ടർ പെർഫോമിംഗ് സെക്ടേഴ്സ് ഒരു വശത്തുള്ളപ്പോഴും ഈ നിഫ്റ്റി മെറ്റലിന് ഇത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ പറഞ്ഞില്ലേ, ഇത് ഗ്ലോബൽ മണി ഫ്ലോ എന്ന് പറയുന്നത് പലതരത്തിൽ ആളുകൾ മാർക്കറ്റുകൾ, ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലല്ല, പൊതുവേ മാർക്കറ്റുകളിൽ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട് കാശ്. അത് പെൻഷൻ ഫണ്ടുകളുണ്ട്, സോവറിൻ വെൽത്ത് ഉണ്ട്, മ്യൂച്വൽ ഫണ്ടിന് വഴി റീറ്റെയിൽ നിക്ഷേപകർ ഇവിടെ മാത്രം ലോകത്തെല്ലാം ഉണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഒരു പ്രിഫേർഡ് അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത് ETF-കളാണ്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ETF വഴിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ചില എമൗണ്ടുകളിൽ ഒരു ഹോട്ട് മണിയുടെ നേച്ചറിലുള്ളതാണ്, ചിലത് വളരെ ലോങ് ടേം ബേസിസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പെൻഷൻ ഫണ്ടുകളും സോവറിൻ വെൽത്തും ഒക്കെ ഏതെങ്കിലും ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു രാജ്യത്തെ ഷെയറുകളിലോ അല്ലെങ്കിൽ ഗോൾഡിലോ ഒക്കെ തന്നെയാണല്ലോ അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഒരു 20-30 ഇയർ വ്യൂ ഒക്കെ എടുത്തിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഇൻവെസ്റ്റേഴ്സും ഒക്കെ സമീപകാലത്ത് അവർ വളരെ അഗ്രസീവായിട്ട് ഈ പോർട്ട്ഫോളിയോ ചേൺ ചെയ്യാറുണ്ട്. അവർ ചിലപ്പം ഒരു രാജ്യം, ഇപ്പം കൊറിയ നന്നായിട്ട് വരുന്നു എന്നുള്ളതാണ്, എല്ലാ ETF-ഉം കൊറിയൻ ഫണ്ടിലേക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇന്ത്യയുടെ സ്റ്റോറി നല്ലതാണ്, ഇന്ത്യൻ ഫണ്ടിലേക്ക് വരും. ഇവിടുന്ന് ചൈനയിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ റൊട്ടേഷൻ എപ്പോഴും ഈ ഇക്വിറ്റി മാർക്കറ്റിനുള്ളിൽ തന്നെ ലോകത്ത് പല രാജ്യങ്ങളിൽ ഏത് രാജ്യമാണോ പെർഫോം ചെയ്യുന്നത് അങ്ങോട്ട് ഈ ഫണ്ടെല്ലാം കൂടെ ഒഴുകി പോകുന്നൊരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ ഏത് അസറ്റ് ക്ലാസ് ആണോ പെർഫോം ചെയ്യുന്നത് അങ്ങോട്ട് ഒഴുകി പോകുന്നൊരു സിറ്റുവേഷൻ. ഇതൊരു ട്രെൻഡ് ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെയേറെ വോളറ്റാലിറ്റി മാർക്കറ്റുകളിൽ ക്രിയേറ്റ് ചെയ്യുന്നൊരു ട്രെൻഡാണിത്. അപ്പോൾ ട്രഡീഷണലി ഇപ്പോൾ ഒരു സെൻട്രൽ ബാങ്കിനെ എടുത്താൽ അവർ ഏറ്റവും കൂടുതൽ നല്ല റേറ്റിംഗ് ഉള്ള ബോണ്ടുകളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ് ഇക്വിറ്റി മാർക്കറ്റിലായിരിക്കും. അങ്ങനെ പല രീതിയിലായിരിക്കും. ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലോ. ഒരു അസറ്റ് ക്ലാസ്സിൽ മാത്രം ഇൻഡിവിജ്വൽ ആണെങ്കിലും ആരാണെങ്കിലും ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഈവൻ ഒരു മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ പോലും ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അതെ, കറക്റ്റ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഈ ഹോട്ട് മണി, ETF മണി ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന കഴിഞ്ഞ വർഷങ്ങളിൽ അമേരിക്കയിലുള്ള ഒരു മാഗ്നിഫിഷ്യൻറ്റ് 7 എന്ന് പറയുന്ന ഏറ്റവും ഹൈ ഗ്രോത്ത് ഉള്ള സെക്ടേഴ്സ്, അതിലേക്ക് അവസാനമായിട്ട് വന്നത് NVIDIA എന്ന് പറഞ്ഞ AI കമ്പനിയാണ്. മറ്റേ സാധാരണ ട്രഡീഷണലായിട്ട് നമ്മൾ കേൾക്കുന്ന മെറ്റ, ടെസ്ല, ആപ്പിൾ, ആമസോൺ അങ്ങനത്തെ ഒക്കെ ഉള്ള കമ്പനികൾ, ഗൂഗിൾ അങ്ങനത്തെ ഉള്ള കമ്പനികളാണ്. അപ്പോൾ ഈ കമ്പനികളിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വന്നുകൊണ്ടിരുന്നത് ഗ്ലോബലി തന്നെ. അതിനുശേഷം ഇന്ത്യ ഒരു സമയത്ത് 2022-23 ഇന്ത്യ നല്ല രീതിയിൽ പെർഫോം ചെയ്തപ്പോൾ ഇന്ത്യയിലേക്ക് കണ്ടമാനം ഫണ്ട് ഒഴുകി വന്നിരുന്നു. പക്ഷേ പിന്നീട് ചൈന അണ്ടർ പെർഫോം ചെയ്ത് ചൈനയിലൊരു വലിയ സ്ട്രക്ചറൽ സ്റ്റോറി ബിൽഡ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ നിന്ന് സെല്ല് ചെയ്ത ആളുകൾ ചൈനയിലോട്ട് പോയി. ഇപ്പോൾ 2-3 കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, ഈ ഗ്ലോബൽ ഹോട്ട് മണി ETF മണി എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നത് മെറ്റലുകളിലേക്കാണ്. അതിനുള്ള ഒരു കാരണം പ്രഷ്യസ് മെറ്റൽ എന്ന് പറയുന്ന കാറ്റഗറി, ഗോൾഡ് തന്നെ എടുത്തു കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്കുകളെല്ലാം ഗോൾഡ്
അവരുടെ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൂട്ടുക, ഇൻക്ലൂഡിങ് റിസർവ് ബാങ്ക്, ഇന്ത്യൻ റിസർവ് ബാങ്ക് അടക്കം, ചൈനീസ് ബാങ്കുകളടക്കം. അത് ഈ ഡോളറുമായിട്ടും ഒക്കെ ഉള്ള ഒരു സ്ട്രെങ്തും ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സും അൺസർട്ടനിറ്റിയും ഒക്കെയാണ്. അൺസർട്ടനിറ്റി ഉള്ളപ്പോഴാണ് ഈ ഗോൾഡിലേക്ക് വൈകി വരുന്നത്. അപ്പോൾ ഗ്ലോബലി ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി നിൽക്കുന്നു, റഷ്യ ഉക്രൈൻ വാർ തീരുന്നില്ല, മറ്റ് പ്രശ്നങ്ങളെല്ലാം നിൽക്കുന്നു. അപ്പം ട്രംപ് ആണെങ്കിൽ ഒരു മാഡായിട്ടുള്ളൊരു ഒരു അപ്രോച്ച് നടത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ സെൻട്രൽ ബാങ്കുകൾ US ട്രഷറിയിൽ നിന്ന് വിഡ്രോ ചെയ്ത് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് ഗോൾഡിൻ്റെ സ്റ്റോറി. സിൽവറിൻ്റെ സ്റ്റോറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിൽവർ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും ഇൻഡസ്ട്രിയൽ പർപ്പസിനും ഒരു യൂസ് ഉണ്ട്. ഇപ്പോൾ AI ചിപ്പുകളൊക്കെ വരുമ്പോൾ അതിനകത്ത് മാനുഫാക്ചറിങ്ങിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സിൽവർ. ഈ രണ്ട് പ്രഷ്യസ് മെറ്റൽസിൻ്റെയും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ പ്രൊഡക്ഷൻ ക്യാപ്ഡ് ആണ്, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഒരു പരിധി കൂടുതൽ സപ്ലൈ വരുന്നില്ല മാർക്കറ്റിൽ, ഡിമാൻഡുണ്ട്. സെൻട്രൽ ബാങ്ക് അത് നേരത്തെ റീറ്റെയിൽ ആളുകളുടെ നിന്നുള്ള ഡിമാൻഡായിരുന്നു ഓർണമെൻറ്റ്സിനായിട്ടും. ഇതിപ്പോൾ അത് മാറിയിട്ട് ഇതെല്ലാം വലിയ ഡീപ്പ് പോക്കറ്റ്സ് ഉള്ള എല്ലാ രാജ്യത്തെയും ഇപ്പോൾ റിസർവ് ബാങ്ക് പോലെ ചൈനീസ് സെൻട്രൽ ബാങ്ക്, ജാപ്പനീസ് സെൻട്രൽ ബാങ്കുകളൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഗോൾഡിനൊരു വലിയൊരു ക്രമാതീതമായിട്ടൊരു റാലി ഉണ്ടായി. രണ്ടാമത് സിൽവറിലുണ്ടായി. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് പ്രഷ്യസ് മെറ്റൽസ് ഈ റാലി ഉണ്ടാകുമ്പോൾ മറ്റാളുകൾ എല്ലാം ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട് ഈ റാലിക്ക്. അവരും എല്ലാവരും ഇപ്പോൾ ഇതിൻ്റെ പുറകെയാണ്. അപ്പോൾ അതിൽ അവർ കൂടുതൽ സ്ട്രെങ്ത് ആയിട്ട് ഒരു ബുള്ളിഷ് മാർക്കറ്റിലാണ് അത് നിൽക്കുന്നത്. അതാണ് അതിൻ്റെ കാര്യം. ഇതേപോലെ തന്നെ മറ്റ് കമ്മോഡിറ്റീസ്, ഇപ്പോൾ ഈ ക്രൂഡ് ഓയിൽ ഒഴിച്ച് ബാക്കിയുള്ള ഇൻഡസ്ട്രിയൽ കമ്മോഡിറ്റീസ്, കോപ്പർ, നിക്കൽ, അലുമിനിയം, സിങ്ക് എന്നൊക്കെ പറയുന്നതിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത് ഒരു കമ്മോഡിറ്റിക്ക് ഫേവറബിളായിട്ടൊരു സൈക്കിളാണ്. ഇൻ ഷോർട്ട്, നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റിൽ നിന്നും ബോണ്ടുകളിൽ നിന്നുമൊക്കെ ഒരു പരിധി വരെ കമ്മോഡിറ്റീസിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പോയി എന്നുള്ളതാണ് ഈ പീരീഡിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. രണ്ടാമത്, ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഡാവോസിൽ ഒരു വേൾഡ് ഇക്കണോമിക് ഫോറം നടക്കുന്നുണ്ടല്ലോ. അവിടെ നിന്ന് വരുന്ന സൂചനകളും കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയിലെ റെപ്രസെൻറ്റ് ചെയ്ത് അവിടെ പോയിട്ടുള്ള അശ്വിനി വൈഷ്ണവ് എന്ന് പറഞ്ഞ മിനിസ്റ്ററൊക്കെ പറയുന്ന ഒരു കാര്യം, we can very clearly say that India is going to grow with 6 to 8% real growth and a moderate 2 to 4% inflation and a nominal growth of 10 to 13% with 95% confidence interval in the next 5 years. ഗ്ലോബലി ഡെറ്റ് വളരെയേറെ കൂടി. എല്ലാ രാജ്യങ്ങളും, അമേരിക്കയ്ക്ക് $38 ട്രില്യൺ ഡെറ്റുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും GDP-യുടെ 100%, 120%, 140%. നേരത്തെ എപ്പോഴും GDP-യുടെ ഒരു 60-70% ഉള്ളായിരുന്നു ഡെറ്റ് ലെവൽ. എന്നാൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രയും എമൗണ്ടിനുള്ള ഡെറ്റ് അവർ മേടിച്ച് കൂട്ടിയേക്കാം രാജ്യങ്ങൾ. ഈ ഡെറ്റ് എല്ലാം സർവീസ് ചെയ്യണമല്ലോ. ഡെറ്റ് അതിന് ഇൻട്രസ്റ്റ് സർവീസ് ചെയ്യണം. അപ്പോൾ ഡെറ്റ് കൂടുന്തോറും, ഡെറ്റ് സർവീസ് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി കൂടുന്തോറും ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്തോറും ഇവർക്ക് കൂടുതൽ പ്രശ്നത്തിലേക്കാക്കാം. അപ്പോൾ ഡെറ്റ് ടു GDP എന്ന് പറയുന്ന ഒരു റേഷ്യോ ഒരു 100% മുകളിലേക്ക് പോയി 120, 140, 160 ഒക്കെ ആകാമെന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ അല്ല. പിന്നെ അവരെന്തെങ്കിലും അസറ്റ് വിറ്റോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മേജറായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വേണം അത് കറക്റ്റ് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ അത് ലോകത്തെല്ലാ, പ്രത്യേകിച്ച് ഡെവലപ്പ് കൺട്രീസിൻ്റെ എല്ലാം ഡെറ്റ് കഴിഞ്ഞ 10 വർഷം കോവിഡിന് ശേഷം വളരെയേറെ കൂടി എന്നുള്ളതാണ് ഒരു വലിയ പ്രതിഭാസം. അപ്പോൾ അതൊരു അൺസർട്ടനിറ്റി മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പല ഘടകങ്ങൾ വെച്ചിട്ടാണ് ഈ മെറ്റൽസ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അത് ആളുകൾ ചുമ്മാ ഗോൾഡിൻ്റെ വില കയറി, സിൽവറിൻ്റെ വില കയറി എന്നുള്ളതല്ല. പക്ഷേ ഇവിടെ ഒരു റിസ്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മെറ്റൽസിലുള്ള ഗോൾഡ് സിൽവറിലും ഒക്കെ ഉള്ള റാലി ഓൾറെഡി തന്നെ വളരെ എക്സ്റ്റെൻഡ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ വളരെയേറെ ലോവർ ലെവലിൽ നിന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ കൊണ്ട് തന്നെ ഡബിൾ ചെയ്തേക്കാണ് ഇത്. നവംബറിൽ ഗോൾഡ് ETF-ന്റെ AUM 1 ലക്ഷം കോടി കടന്നു എന്നുള്ളൊരു അത് നമ്മുടെ റീറ്റെയിലും മറ്റുമായിട്ടുള്ള ആളുകൾ അത് ഫോളോ ചെയ്യുന്നതാണ്. ഈ ETF ആണ് അതിനകത്ത് ബെസ്റ്റ് പ്രൊഡക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഗോൾഡ് ഫിസിക്കലായിട്ട് മേടിച്ചാൽ നമുക്ക് സൂക്ഷിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഗോൾഡ് ഓർണമെൻറ്റ്സ് ആയിട്ട് മേടിച്ചാൽ ഭയങ്കര നഷ്ടം, മേടിക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഓർണമെൻറ്റ്സ് ഇടാനുള്ള ഒരു പർപ്പസ് ഒഴിച്ച് വേറെ ഒന്നിനും അതിന് കൊള്ളത്തില്ല, ഇൻവെസ്റ്റ്മെൻറ്റിന് കൊള്ളത്തില്ല. പിന്നെ ഗോൾഡ് ബോണ്ടുകൾ RBI ഇറക്കുന്നുണ്ടായിരുന്നു നേരത്തെ, ഇപ്പോൾ അത് ഇറക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു ഏറ്റവും നല്ല പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ETF തന്നെയാണ്. അതിനകത്ത് നമുക്ക് വാല്യൂ ലോസ് ഒന്നുമില്ല, നമുക്ക് മേടിക്കാം, വിൽക്കാം, ലിക്വിഡിറ്റി ഉണ്ട്, ഒക്കെ ഉണ്ട്, നല്ലതാണ്. അപ്പോൾ ആ ആംഗിളിൽ ഗോൾഡ് സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യേണ്ട ETF-കൾ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് എൻ്റെ പോയിൻ്റ് അതല്ല. ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ ഒരു ഔൺസിന് $1800 നിന്ന് ഇപ്പോൾ അത് $4800 കയറി. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് 120% മുകളിലുള്ള ഗെയിനാണ് ഗോൾഡ് പ്രൈസസിൽ ഉണ്ടായിരിക്കുന്നത്. സിൽവറിലും അതുപോലെ ഉണ്ടായത്. അപ്പോൾ ഇത്രയും ഫാസ്റ്റായിട്ട് കയറുന്നതുകൊണ്ട് നമുക്ക് പറയാനൊക്കത്തില്ല 4800 ഇത് ചിലപ്പോൾ $6000, $7000 ഒക്കെ ആയെന്നിരിക്കും. കാര്യം ഇതുപോലെ ഒരു ഗ്ലോബലി ഉള്ള ഒരു മേജർ ഇഷ്യൂ ആണ് ഈ ഡെറ്റൊക്കെ നിൽക്കുന്നതിൻ്റെയും ഒക്കെ ഉള്ളൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അതെങ്ങനെ അൺഫോൾഡ് ചെയ്ത് വരും, ഡോളറിന് സ്ട്രെങ്ത് ഉണ്ടാകുമോ എന്നുള്ളതൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത് കയറത്തില്ലെന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ലെങ്കിലും മേടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഫ്രഷായിട്ട് അതിൽ ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡബിളി കെയർഫുൾ ആയിരിക്കണം. കാരണം അതിനകത്ത് ഈ ഒരു റിസ്ക് റിവാർഡെന്ന് പറയുന്നത് അത് ആക്ച്വലി ഇച്ചിരി നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത്.
കാര്യം ഇത്ര ഷോർട്ട് പീരീഡിൽ ഇത്രയും കയറിയതുകൊണ്ട് കയറാനുള്ള ചാൻസിനേക്കാളും കൂടുതൽ സൈഡ് വേസ് ആയിട്ടോ ചിലപ്പം കുറച്ച് ഇറങ്ങാനോ ഉള്ള ചാൻസാണ് ഈ അസറ്റിൽ ഇപ്പോൾ ഉള്ളത്. എന്നും പറഞ്ഞ് ഞാൻ ഗോൾഡ് ഇറങ്ങുമെന്നല്ല പറയുന്നത്. ഗോൾഡിൻ്റെ വില കയറാൻ തന്നെയാണ്, കയറും തന്നെ ആയിരിക്കും. ഇങ്ങനെ ബുള്ളിഷ് മാർക്കറ്റിൽ അതിൻ്റെ ടോപ്പൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. പക്ഷെ ഒരു ഇൻവെസ്റ്റർക്ക്, ഫ്രഷ് ഇൻവെസ്റ്റർക്ക് എൻ്റർ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ട്രേഡർക്ക് കുഴപ്പമില്ല. ട്രേഡർ അതിനകത്ത് ആ സ്റ്റോക്കിൽ ഈ ഗോൾഡിൽ കയറി അടുത്ത ലെവലിൽ അത് എക്സിറ്റ് ചെയ്തു, അല്ലെങ്കിൽ താഴെ എന്തെങ്കിലും സ്റ്റോപ്പ് ലോസ് വന്നു, അങ്ങനെയൊക്കെ അവർക്ക് അതിനകത്തുനിന്ന് റിക്കവർ ചെയ്യാം. ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ETF വഴിയല്ല ഏത് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താലും അവർ വളരെ കെയർഫുൾ ആയിരിക്കണം. പ്രത്യേകിച്ചും ഗോൾഡ് ഇത്ര ഹൈ ലെവലിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ഗോൾഡിനെ പറ്റി നെഗറ്റീവായിട്ടേ അല്ല പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ പറയില്ല. അതിൻ്റെ ഒരു റാലി ഒത്തിരി കയറിയത് കൊണ്ട് റിസ്ക് റിവാർഡ് നമുക്ക് ഫേവറബിൾ അല്ലെന്നുള്ളതാണ് ഒരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ പ്രേക്ഷകർ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് കാണാം. സാർ, നമുക്കൊരു കോൾ ഉണ്ട്. ഓക്കെ, ആരാണ് സംസാരിക്കുന്നത്? സജീവ്. സജീവ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? തൃശ്ശൂർ. ഓക്കെ, സാർ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. സജീവ്, ഗുഡ് മോർണിംഗ്. എന്ന് ചോദിച്ചോളൂ ക്വസ്റ്റ്യൻ. ഞാനേ ഗോൾഡില് SIP ചെയ്യണോ സിൽവർ ആണോ SIP ചെയ്യുന്നത്? ഓക്കെ സജീവ്, ഞങ്ങളിപ്പോൾ ഈ പ്രോഗ്രാമിൽ ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും സജീവ് അതിനെപ്പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് നന്നായി. കാര്യം കൂടുതൽ ആളുകൾക്ക് താല്പര്യമുള്ളൊരു സബ്ജക്റ്റാണ് ഗോൾഡ് സിൽവറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തത്. കാര്യം ഈ വർഷം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു അസറ്റ് ക്ലാസ്സാണ് ഗോൾഡ് എന്ന് പറയുന്നത്. പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗോൾഡിൻ്റെ വിലയിൽ ക്രമമായിട്ടൊരു ഉയർച്ച ഉണ്ടായതുകൊണ്ട് ബൾക്കായിട്ട് ഇപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് നമുക്കങ്ങനെ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ സജീവ് ഇപ്പം ചോദിച്ചത് SIP ആയിട്ട് ചെയ്യുന്നതാണ് വളരെ നല്ല കാര്യമാണ്. കാരണം അതാണ് കറക്റ്റായിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കാരണം SIP ആയിട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അഥവാ ഗോൾഡ് പ്രൈസസ് ഇനി അടുത്ത ഒരു 1 ഇയറിൽ ചിലപ്പോൾ സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്യുകയോ കുറച്ച് കറക്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്താലും ഗ്രാജുവലി അത് വീണ്ടും കയറി വരും, ഹയർ ലെവലിലേക്ക് പോവുകയും നിങ്ങൾക്ക് മെച്ചമുണ്ടാകുകയും ചെയ്യും. അപ്പോൾ SIP ആയിട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇനിയുള്ള ക്വസ്റ്റ്യൻ അത് ഗോൾഡിൽ തന്നെ ചെയ്യണോ അതോ സിൽവർ ചെയ്യണം എന്നുള്ളതാണ്. രണ്ടും ഏതാണ്ട് ഒരേ രീതിയിലാണ് ഈ രണ്ട് അസറ്റ് ക്ലാസ്സുകളും, ഗോൾഡും സിൽവറും ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെ പാറ്റേണിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ഗോൾഡിൻ്റെ സിൽവറിൻ്റെയും പ്രൈസസ് തമ്മിലുള്ള ഒരു റേഷ്യോ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അതായത് ഒരു 2 ടൈം ആ ഒരു മൂവ്മെൻറ്റ് നോക്കിയിട്ട്. ഇപ്പോഴത്തെ രീതിയിൽ കഴിഞ്ഞ ഒരു 2 വർഷം മുന്നിലുള്ള ട്രെൻഡ് അനുസരിച്ച് ഗോൾഡിലേക്കായിരുന്നു കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അവിടെയായിരുന്നു അപ്രീസിയേഷൻ. പക്ഷേ കഴിഞ്ഞ ഒരു 6 മാസത്തിൽ സിൽവർ സബ്സ്റ്റാൻഷ്യലായിട്ട് ഗോൾഡിനെ ബീറ്റ് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത് രണ്ടിലും ഡിവൈഡ് ചെയ്ത് SIP ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ളൊരു സ്ട്രാറ്റജി. അല്ലാതെ നമുക്ക് അതിനകത്ത് ഇത് തമ്മിൽ ഏതാണ് ബെറ്റർ എന്ന് പറയാനൊക്കത്തില്ല. അതെ, ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ എത്ര നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞാനിപ്പോ ഗോൾഡിൽ ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ. SIP മറ്റു ഇതിൽ ചെയ്യുന്നുണ്ട്. ഗോൾഡിൽ ഇപ്പൊ ഒരു മന്ത്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് ചെയ്യാന്നുള്ളതേ പറയാനൊക്കത്തുള്ളൂ. ചിലപ്പം ഗോൾഡ് പ്രൈസസും സിൽവർ പ്രൈസും ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. ശരി, താങ്ക് യു സാർ. താങ്ക് യു സജീവ്. ഓക്കെ സാർ ഇപ്പോൾ നമ്മൾ നിഫ്റ്റി മെറ്റൽ സെക്ടറിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ കുറേ നമ്മൾ സംസാരിച്ചു. അതെ. ഇനി മറ്റൊരു കാര്യം, നമ്മൾ പൊതുവെ എല്ലായ്പ്പോഴും പറയും ഏത് സെക്ടറാണ് നമ്മൾ, പ്രത്യേകിച്ചും ബഡ്ജറ്റൊക്കെ വരുന്ന സമയമാണ്, അപ്പോൾ ഏത് സെക്ടറായിരിക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യത എന്ന രീതിയിലാണ് പലപ്പോഴും നമ്മൾ പറയാറ്. എന്നാൽ ഇതിനോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഏത് സെക്ടറാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്? അങ്ങനെ വല്ല കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ടോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ? ഒന്ന് പൊതുവേ ഈ മാർക്കറ്റുകളുടെ ഒരു ട്രെൻഡെന്ന് പറയുന്നത്, ഈ മാർക്കറ്റുകൾ നമ്മളിപ്പം പറയത്തില്ലേ, അതായത് നമ്മൾ ടൈഡ് ഫേവറബിൾ ആകുമ്പോൾ എല്ലാ ബോട്ടും മാർക്കറ്റിൽ ലിഫ്റ്റ് ആകും. എന്ന് പറഞ്ഞാൽ ബോട്ടുകൾ ഇപ്പം കടലിൻ്റെ സൈഡിൽ പോയി നിന്നിട്ടൊക്കെ വാച്ച് ചെയ്തിട്ടുള്ളവർക്കാണ്. ഹൈ ടൈഡ് വന്ന് ഇങ്ങോട്ട് വെള്ളം കയറി വരുമ്പം എല്ലാ ബോട്ടും ആ കൂട്ടത്തിൽ പൊങ്ങി വരും. വെള്ളം ഇറങ്ങി പോകുന്ന സമയത്ത് എല്ലാം താഴേക്ക് പോകും. ഇതാണ് ജനറൽ ട്രെൻഡ് മാർക്കറ്റിൻ്റെ. എന്ന് പറഞ്ഞാൽ മാർക്കറ്റുകൾ കയറുമ്പം ഒരു സ്റ്റേജിൽ, പ്രത്യേകിച്ച് മാർക്കറ്റിൽ ഒത്തിരി സ്റ്റേജസ് ഉണ്ട്. സൈക്കോളജിക്കലായിട്ട് ട്രേഡേഴ്സും ഒക്കെ ആക്റ്റീവായിട്ട് പോകുന്ന ഒരു ബുള്ളിഷ് സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ഫണ്ടമെൻ്റൽസ് നമുക്ക് സ്റ്റോക്കുകൾ ഇങ്ങനെ കയറി പോകുന്നതാണ്. അതുപോലെ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴത്. പക്ഷേ മാർക്കറ്റിനകത്ത് വേറെ ചില ട്രെൻഡുകളെന്ന് പറഞ്ഞാൽ ഈ കമ്പനികളുടെ ഏണിങ്സിനെ ട്രാക്ക് ചെയ്തിട്ടാണ് ചില സെക്ടേഴ്സിൻ്റെ പെർഫോമൻസ് വരുന്നത്. അപ്പോൾ കമ്പനികളുടെ ഏണിങ്സ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കൺസ്യൂമർ സെക്ടറിന് ഒരു ബെനിഫിറ്റ് ഉണ്ട് ഇപ്പോഴെന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു വെപ്പ്. കാരണം ഈ GST റാഷണലൈസേഷനൊക്കെ വന്നു. ലോകത്ത് പല കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ കൺസംഷനൊക്കെ അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും ആളുകൾ കാർ മേടിക്കുന്നുണ്ട്, സ്കൂട്ടർ മേടിക്കുന്നുണ്ട്, TV മേടിക്കുന്നുണ്ട്, ഫുഡ് ഐറ്റംസ് മേടിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ കൺസംഷൻ പാറ്റേണിലൊന്നും വലിയ ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഇൻക്രിമെൻ്റലായിട്ട് പോസിറ്റീവായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ,
ഈ ഒരു സമയത്ത് കൺസ്യൂമർ സ്റ്റോക്കുകൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ, ഒരു ഡിഫെൻസീവായിട്ട് ബെറ്ററായിട്ടാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്, ഔട്ട് പെർഫോം ചെയ്യുന്ന ഒരു സെക്ടറാണ്. അപ്പോൾ അത് കൺസ്യൂമർ സ്റ്റോക്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ എന്നോട് ചോദിച്ചുകൊണ്ടാണ്. ഇനി രണ്ടാമത് ചെയ്യാവുന്ന ഒരു കാര്യം മെറ്റൽസിൻ്റെ പറഞ്ഞു. മെറ്റൽസ് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി സ്റ്റോക്കുകൾ മാർക്കറ്റിലുണ്ട്. മെറ്റൽസിനെല്ലാം ഒരു ഡിമാൻഡ് ഉള്ളതുകൊണ്ട് കോപ്പർ, അലുമിനിയം, സിങ്ക്, ഇപ്പോൾ ഹിൻഡാൽക്കോ അങ്ങനത്തെ ഒത്തിരി സ്റ്റോക്കുകൾ, ഹിന്ദുസ്ഥാൻ കോപ്പർ, സിങ്ക് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, പിന്നെ സ്റ്റീൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ടാറ്റ സ്റ്റീൽ, സെയിൽ, JSW പോലുള്ള ഇവരൊക്കെ സ്റ്റോക്കുകൾ ഒരു ഔട്ട് പെർഫോം ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ഇത് മാറാം, ഈ സ്റ്റീലിൻ്റെ വില, അണ്ടർലൈൻ സ്റ്റീലിൻ്റെ വില ഒക്കെ താഴേക്ക് പെട്ടെന്ന് പോരുകയാണ്. പക്ഷേ ഇൻഡിക്കേഷൻ അനുസരിച്ച് അതൊന്നും ഒറ്റയടിക്ക് താഴേക്ക് വരാനുള്ള ചാൻസ് ഇല്ല. ഇവരുടെയൊക്കെ സ്റ്റോക്കുകൾ ഇനിയും കുറച്ചുകൂടെ കെയർ ആകും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പുതിയ സ്റ്റീൽ പ്ലാന്റ് സെറ്റ് ചെയ്യാനോ അല്ല ഒരു പുതിയ കോപ്പർ പ്ലാന്റ് സെറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. കാര്യം ഇഷ്ടംപോലെ പെർമിഷൻസ് വേണം, വർഷങ്ങളെടുക്കും, വണ്ടമാനം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറൊക്കെ നടത്തിയിട്ട് ഒരു പ്ലാന്റ് റണ്ണിങ് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിലവിലുള്ളവർക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് തിയറി വെച്ചിട്ട് വർക്കൗട്ട് ചെയ്താലും ഒരു അഡ്വാൻറ്റേജ് ഉള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്തരം സ്റ്റോക്കുകൾക്കും മെറ്റൽസിലുള്ള റിലേറ്റഡ് സ്റ്റോക്കുകൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. കൺസ്യൂമർ സ്റ്റോക്കുകൾക്ക് അത് രണ്ട് രീതിയിലും, ഡിസ്ക്രിഷണറി ആയിട്ടുള്ള കൺസ്യൂമറും അല്ലാത്ത രീതിയിലുള്ള സ്റ്റോക്കുകൾ. അതിനകത്ത് തന്നെ ഓട്ടോമൊബൈൽ നല്ലൊരു സെക്ടറാണ്, ഓട്ടോ ആൻസിലറീസ് നല്ലൊരു സെക്ടറാണ്. ഇവർക്കൊക്കെ നല്ല മെച്ചം എന്നുള്ളൊരു സമയമാണ്. എന്തിനാണ് മോശം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. മോശം എന്ന് പറഞ്ഞാൽ അങ്ങനെ പെർമനൻ്റായിട്ട് മോശമുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും വരത്തില്ല. കാര്യം ഈ കമ്പനികളെല്ലാം വൺ വേ ഓർ അതർ ദേ വിൽ ഫൈൻഡ് വേസ്. അവരുടെ കമ്പനികളുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വഴികളൊക്കെ അവരുണ്ടാക്കും. പിന്നെ വളരെ മോശമായിട്ട് പോകുന്ന സെക്ടേഴ്സിന് ഗവൺമെൻറ് സപ്പോർട്ട് കൊടുക്കും. പക്ഷേ ഇപ്പോൾ ഈ ടെക്നോളജി സെക്ടർ ഫോർ എക്സാമ്പിൾ ഇപ്പം മോശമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് അത് ഔട്ട്, ഇന്ത്യൻ ടെക്നോളജി ഔട്ടാകുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നില്ല. ഈ AI ഒരു സ്റ്റേജിൽ അവർക്ക് ഒരു റോള് പ്ലേ ചെയ്യാൻ കാണും, അവർക്ക് ഒരു ബിസിനസ് കിട്ടും. പക്ഷേ അവരുടെ ബിസിനസ് മോഡലുകളൊക്കെ കുറച്ച് മാറ്റേണ്ടി വരും. പഴയ പോലെ ഈ കോൾ സെൻറ്റർ മോഡലുകളൊക്കെ വെച്ചോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഔട്ട്സോഴ്സ്ഡ് മോഡലിലൊന്നും വലിയ തോതിലുള്ള ഒരു ഗെയിൻസ് ചിലപ്പോൾ അവർക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. മറിച്ച് അവർ കുറച്ചുകൂടെ സ്റ്റാഫിൻ്റെ പാറ്റേണൊക്കെ മാറ്റി അവരുടെ സ്കിൽ സെറ്റ്സ് ഒക്കെ മാറ്റിയിട്ട് അവർ തിരിച്ച് ഒരു പുതിയ ബിസിനസ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ബിസിനസ് കിട്ടും. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ IT ഒരു ഇച്ചിരി റിസ്ക്കിയാണ്. പ്രത്യേകിച്ച് ചില IT കമ്പനികൾ ഈ ട്രാൻസിഷനിൽ ഇതൊരു മേജർ ചേഞ്ച്. ഇൻ്റർനെറ്റ് വന്നപ്പോൾ ഉള്ള പോലത്തെ ഒരു സംഭവമാണ് ഈ AI വരുമ്പോൾ. അതടുത്ത് 5-10 വർഷം കൊണ്ട് അൺഫോൾഡ് ചെയ്ത് വരുമ്പം ചില കമ്പനികൾക്ക് ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഇതിനെ ടേക്കപ്പ് ചെയ്യുന്നത്, ഇതിൻ്റെ സ്ട്രാറ്റജി എന്താണോ അതിനനുസരിച്ചിരിക്കും. പക്ഷേ നമ്മുടെ വലിയ കമ്പനികൾ ഇൻഫോസിസ് അല്ലെങ്കിൽ TCS പോലെയുള്ള ടെക് മഹീന്ദ്ര ഒക്കെ പോലെയുള്ള കമ്പനികൾക്ക് നന്നായിട്ട് ഈ സിറ്റുവേഷൻ നാവിഗേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അവർ അണ്ടർ പെർഫോം ചെയ്താലും അവർക്ക് പിന്നീട് കയറി വരാം. പിന്നെ റേറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്ടേഴ്സിന് ഇൻട്രസ്റ്റ് റേറ്റ് പൊതുവേ താഴേക്ക് വരുന്നതുകൊണ്ട് ഓട്ടോമൊബൈൽ, റിയൽ എസ്റ്റേറ്റ് പോലുള്ളതൊക്കെ നന്നായിട്ട് വരണം. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഹെവിലി അണ്ടർ പെർഫോം ചെയ്യുന്ന സെക്ടേഴ്സ് കുറവാണ്. ടെക്നോളജി ഒരു ഷിഫ്റ്റ് ഇവിടെ നടക്കുന്നുണ്ട്. ഓൺലൈൻ ആക്ടിവിറ്റീസിലേക്കാണ് കൂടുതൽ ടെക്നോളജി ഷിഫ്റ്റ് വന്നേക്കുന്നത്. ഇപ്പോൾ ചില ന്യൂ ജനറേഷൻ കമ്പനികൾ ഇപ്പോൾ മാർക്കറ്റിൽ വന്ന് ലിസ്റ്റഡ് ആയിട്ടുണ്ട്. അതിൽ ചിലത് ഭയങ്കര വിന്നേഴ്സായിട്ട് വരും, ചിലത് ഭയങ്കര വലിയൊരു സ്പെക്കുലേറ്റീവ് ഗെയിം അതിനകത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് കൂടുതലും ഓൺലൈൻ പ്ലെയേഴ്സിനെ സപ്പോർട്ടീവായിട്ടുള്ളൊരു ട്രെൻഡാണ്. കാര്യം കസ്റ്റമർ പ്രിഫറൻസ് എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ആരോട് ചോദിച്ചാൽ എന്ത് കാര്യങ്ങളും അവർക്ക് കൺവീനിയൻസ് അവർ ഓൺലൈനിൽ ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓൺലൈൻ കമ്പനികൾ, ന്യൂ ജനറേഷൻ കമ്പനികളൊക്കെ ഉണ്ടാകും. പക്ഷേ അവരുടെയൊക്കെ ബിസിനസ് മോഡലുകളും അവരുടെയൊക്കെ സ്ട്രക്ചറിങ്, അവരൊക്കെ സ്റ്റാർട്ടപ്പ് മോഡലിൽ വന്നിട്ട് വരുന്നതായിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് കുറച്ച് കെയർഫുൾ ആകണം. ഫെയിൽ ആയാൽ ബിഗ് ടൈമായിട്ട് ഫെയിൽ ആകുന്ന മോഡലുകളാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓല എന്ന് പറഞ്ഞൊരു സ്കൂട്ടർ വന്നു, ഇതൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്. ഭയങ്കര ഹൈപ്പോടുകൂടി വന്നു, മാർക്കറ്റ് ഷെയർ പിടിച്ചു. അത് ലിസ്റ്റ് ചെയ്തപ്പോൾ തന്നെ 100 രൂപീസിന് മുകളിൽ ലിസ്റ്റ് ചെയ്തു, 140 വരെയൊക്കെ പോയി സ്റ്റോക്ക് ട്രേഡ് ചെയ്തു. ആ സമയത്ത് പറഞ്ഞിരുന്നത് അദ്ദേഹം ഒരു ദിവസം ഈ ഒലായുടെ പ്രൊമോട്ടറായിട്ടുള്ള ആൾ, അദ്ദേഹം ഒരു ഹൈ പ്രൊഫൈലായിട്ടുള്ള ഇൻവെസ്റ്ററും കൂടെയാണ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇലോൺ മസ്കിനെ ബീറ്റ് ചെയ്യും ഗ്ലോബലി എന്നുള്ള രീതിയിലൊക്കെ ചലഞ്ച് ചെയ്തിട്ടൊക്കെയാണ് പറഞ്ഞത്. ബട്ട് ഓവർ ദ പീരീഡ് ഓഫ് ടൈം എക്സിക്യൂഷൻ ഹെവി ആയിട്ട് ഫെയിലായി. മറ്റ് കോമ്പറ്റീറ്റേഴ്സ് ഇവിടെ ട്രഡീഷണൽ ആയിട്ടുണ്ടായിരുന്ന ബജാജും TVSും ഒക്കെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സൊക്കെ ഇറക്കി, അവരൊക്കെ മാർക്കറ്റ് ഷെയറും കൊണ്ടുപോയി. ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് 1 by 1 ആയിട്ട് സെറ്റ് ബാക്കുകൾ വന്നു. ഇപ്പോൾ സ്റ്റോക്കും ഹെവി ആയിട്ട് താഴെ വന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, ഈ എക്സിക്യൂഷൻ ഫെയിലിയേഴ്സും ഈ ഹൈപ്പ് കൊണ്ട് മാത്രം ഒരു ബിസിനസ് ലോങ് റണ്ണിൽ നിൽക്കത്തില്ല. ഇവൻച്വലി നല്ല പെർഫോമൻസ് തന്നെ അവർ കാഴ്ചവെക്കണം. സാർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, കേൾക്കാവോ? ഹലോ, യെസ്, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ, സംസാരിച്ചോളൂ. സാറുണ്ട്. ആരാ വിളിക്കുന്നതെന്ന് പറയുമോ? ഞാൻ കോഴിക്കോട് എലത്തൂര് നിന്നും ചട്ടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ജാഫർ എന്ന ആളാണ് വിളിക്കുന്നത്. ജാഫർ പറയൂ. പ്രിൻസ് ആണ്. ഞാൻ സെറോദയിലും ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ ഇൻഡിമണിയിലും
ഡിമാൻഡ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ശരി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഉള്ള ഒരു സംഗതി പറയാൻ വേണ്ടിയിട്ടായിരുന്നു, അതിന്റെ സംശയം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് റിലയൻസ് പവർ അത് 60-70 രൂപ ഉണ്ടായിരുന്നു ഞാനിത് തുടങ്ങുന്ന ടൈമിൽ. ഇപ്പൊ അത് 29 രൂപയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അതേപോലെ NBCC എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് സപ്പോർട്ടുള്ള ഒരു ഷെയർ, NBCC അല്ലേ? NBCC. അതെ. അപ്പോ അത് 122 ഉള്ളത് 95 വരെ ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന് രണ്ട് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും കൂടി, ഗവൺമെന്റ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ കൂടി, റിലയൻസ് ഇൻഡസ്ട്രീസ് അതുപോലെ റിലയൻസിന്റെ മറ്റുള്ള സെക്ടറുകളൊക്കെ നല്ല കയറുകയും കൂടുകയും ഒക്കെ ചെയ്യുമ്പോഴും ഈ ഒരു പവർ എന്നുള്ള ഇത് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറയുന്നതും എന്നാണ് എനിക്ക് അറിയാനുള്ളത്. രണ്ടാമത് NBCC എന്തുകൊണ്ടാണ് 122 95 വരെ കുറഞ്ഞു വരാം? കാരണം ഗവൺമെന്റിന്റെ അപ്രൂവ്ഡ് ആയ കുറെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഒന്നരാട ദിവസങ്ങളിൽ അതിലിങ്ങനെ ആഡ് ചെയ്തിട്ട് എത്രയോ കോടികളുടെ ഷെയർ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ അതിന്റെ ഷെയർ ഓരോ പ്രാവശ്യം അതിനോടനുബന്ധിച്ച് ശരിക്ക് കയറി പോവുകയാണ് വേണ്ടത്. അപ്പോൾ 111 രൂപ ഉള്ളപ്പോൾ അതുപോലെ ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സംഗതി അതിൽ വന്ന് നടന്നിട്ട് ടോപ്പ് ഒറ്റയടിക്ക് അത് 2 ദിവസം കൊണ്ട് 122 വരെ എത്തിയത്. പിന്നെ അത് അങ്ങനെ അതിന്റെ പിറ്റേന്നൊക്കെ അതിൽ ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടി ഓരോ സംസ്ഥാനത്തിന്റെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടുന്നുണ്ടെങ്കിൽ കൂടി കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി അതിന്റെ ഷെയർ ദിവസം കണക്കെ 2 രൂപ 3 രൂപ കുറഞ്ഞ് ഇപ്പൊ 95 രൂപയിൽ എത്തിക്കുന്നത്. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് എന്റെ സംശയം. ജാഫർ, ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്, 2 സ്റ്റോക്കുകളെ പറ്റി. പക്ഷേ ആ സ്റ്റോക്കുകളെ പറ്റി പറയുന്ന പോലെ തന്നെ അതിൻ്റെ എന്തുകൊണ്ട് ഇത് സാധാരണ നിക്ഷേപകർക്ക് എപ്പോഴും അവരുടെ മനസ്സിലുള്ള ഒരു കൺഫ്യൂഷനാണിത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ കാര്യം റിലയൻസ് പവറിൻ്റെ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം അത് ഈ റിലയൻസ് ഗ്രൂപ്പിലുള്ള കമ്പനി എന്ന് പറയുമ്പോഴും റിലയൻസ് ഗ്രൂപ്പിൽ തന്നെ അനിൽ അംബാനിയുടെ ഒരു ഗ്രൂപ്പുണ്ട്, മുകേഷ് അംബാനിയുടെ ഒരു ഗ്രൂപ്പുണ്ട്. രണ്ടായിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ മുകേഷ് അംബാനിയുടെ ഗ്രൂപ്പിലുള്ള കമ്പനികൾ റിലയൻസ് ഇൻഡസ്ട്രീസും മറ്റ് കമ്പനികളും ഒക്കെ ബിസിനസ്സിൻ്റെ എക്സിക്യൂഷനും പെർഫോമൻസും ഒക്കെ വളരെ ഇമ്പ്രൂവ് ചെയ്ത് അവർ വലിയൊരു ഗ്രൂപ്പായിട്ട് മാറി. പക്ഷേ ഈ അനിൽ അംബാനിക്ക് വളരെയേറെ സെറ്റ് ബാക്കുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ 10-15 വർഷങ്ങളിൽ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ബിസിനസ് മോഡലുകളും അപ്രോച്ചും ഒക്കെ പലതും തെറ്റായിരുന്നു. പലതരത്തിലുള്ള ലോണുകളൊക്കെ എടുത്ത് പല പ്രൊജക്റ്റുകളൊക്കെ ചെയ്ത് പുള്ളി വലിയ പ്രതിസന്ധിയിലെത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴും. അപ്പോൾ അതിൽ നിന്ന് കരകയറാനായിട്ട് ഇടയ്ക്കൊരു ശ്രമം നടക്കുന്നു. അതിൻ്റെ പല കേസുകളും NCLT ലെവലിലും പുള്ളിയുടെ പല ബിസിനസ്സുകളും ഇതിനിടയ്ക്ക് ഹോൾഡ് ഔട്ടായിപ്പോയി. ഇപ്പോൾ ഫിനാൻഷ്യൽ സർവീസസ് ബിസിനസ് പുള്ളി പാർട്ട്നേഴ്സിന് കൊടുത്തു. അതുപോലെ തന്നെ റിലയൻസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. പല കമ്പനികളും അതുപോലെ തന്നെ വിറ്റും പിന്നെ ചില അസറ്റുകളൊക്കെ വിറ്റുമൊക്കെ പുള്ളി ഈ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസുകളൊക്കെ വന്ന സമയത്താണ് റിലയൻസ് പവർ, റിലയൻസ് ഇൻഫ്ര ഇപ്പോൾ പുള്ളി ഹോൾഡ് ചെയ്ത 2 കമ്പനികളാണ്. ഇതിൻ്റെ സ്റ്റോക്കുകളിൽ ഒരു മൂവ്മെൻറ്റ് കണ്ട് താങ്കൾ പറഞ്ഞ 60 രൂപ, റിലയൻസ് ഇൻഫ്ര കണ്ട 300 രൂപ വരെയൊക്കെ കണ്ട കയറുകയൊക്കെ ചെയ്തു. പക്ഷേ അതിന് ശേഷം ഉണ്ടായ 1-2 ഡെവലപ്മെൻറ്റ്സ് പുള്ളി ഒരു വലിയ ഫ്രോഡ് ആണ് കാണിച്ചേക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് CBI കേസ് രജിസ്റ്റർ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ പ്രിമൈസസ് ഒക്കെ റെയ്ഡ് ചെയ്യുകയും ഒത്തിരിയേറെ രീതിയിലുള്ള മിസ്അപ്രോപ്രിയേഷൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള സൂചനകൾ വരികയും ചെയ്തപ്പോഴാണ് ഈ സ്റ്റോക്കുകളിലൊക്കെ സെല്ലിംഗ് ഉണ്ടായത്. അപ്പോൾ അതിനെ ഒരു നോർമൽ സെൽ ഓഫ് ആയിട്ട് കണക്കാക്കാൻ ഒക്കത്തില്ല. ഈ കേസുകളുടെ ഔട്ട്കം ഇതെങ്ങനെ ഇരിക്കുന്നു, ഇതിപ്പം നല്ല രീതിയിലാണോ ഇതിൻ്റെ സെറ്റിൽമെൻറ്റ് ആകുന്നത്, അതോ ഇനിയിപ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് ഒരു കേസ് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, അതിനകത്ത് എൻക്വയറി ഒക്കെ വന്ന് പുതിയ വെളിപ്പെടുത്തലുകൾ വരുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ റിലയൻസ് പവർ എന്ന് പറഞ്ഞ സ്റ്റോക്ക് കയറുമോ എന്നറിയാനൊക്കത്തുള്ളൂ. ഈ പവർ സെക്ടർ ആസച്ച് വളരെ പ്രോമിസിങ് ആണ് ഇപ്പം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പവറിൻ്റെ ഡിമാൻഡ് ഗ്ലോബലി ഷൂട്ടപ്പ് ചെയ്യും. ഒരു യൂട്ടിലിറ്റി സെക്ടറാണ്. അപ്പോൾ പവർ സെക്ടറിൽ പൊതുവേ മറ്റ് സ്റ്റോക്കുകൾക്ക് നന്നായിരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അദാനി പവർ, ടാറ്റ പവർ, ടോറൻറ്റ് പവർ പോലെയുള്ള കമ്പനികൾക്കൊക്കെ വളരെ നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും കാലവും അടുത്ത വർഷങ്ങളിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പൊതുവെ വിചാരിക്കുന്നത്. കാര്യം ഈ AI ഒക്കെ വരുന്നതുകൊണ്ട് ഗ്ലോബലി പവർ ഡിമാൻഡ് കൂടുന്നതുകൊണ്ട് ഇന്ത്യയിലും പവർ ഡിമാൻഡ് വളരെയേറെ ഷൂട്ടപ്പ് ചെയ്യുന്നുണ്ട്. റിലയൻസ് പവർ കയറുമെന്ന് എനിക്ക് ഒരു കാരണവശാലും പറയാനൊക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിപ്പെൻസ് ഓൺ ദ ന്യൂസ്. ഈ അനിൽ അംബാനിയുടെ കേസ് എങ്ങനെ പരിഹരിച്ചു വരുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും അതിൻ്റെ കാര്യങ്ങൾ. അത് നല്ല രീതിയിൽ പരിഹരിച്ച് വന്നാൽ റിലയൻസ് പവറിനും റിലയൻസ് ഇൻഫ്രയ്ക്കും തിരികെ വരാം. അതുപോലത്തെ ഒരു പൊസിഷനിലാണ് ആ കമ്പനികൾ നിൽക്കുന്നത്. കാര്യം മൊത്തത്തിൽ ഗ്രൂപ്പിൻ്റെ മറ്റ് ഇഷ്യൂസൊക്കെ ഒരു പരിധി വരെ തീർന്നിട്ടുണ്ട്. ഇനി NBCCയെ പറ്റി പറയുകയാണെങ്കിൽ NBCCയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടർ എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജും ഒരു ഡിസഡ്വാൻറ്റേജുമാണ്. അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ച് അത് NBCCക്ക് 2 പ്രോബ്ലം ഏരിയ ഉണ്ട്. ആക്ച്വലി കമ്പനി അങ്ങനെ വലിയ മോശം കമ്പനിയൊന്നുമല്ല.
താങ്കൾ പറഞ്ഞ പോലെ ധാരാളം പ്രൊജക്റ്റുകൾ അവിടെ ഇവിടെയൊക്കെ അനൗൺസ് ചെയ്ത് അവർക്ക് കിട്ടുന്നുണ്ട്, ടേൺ ഓവറൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടറാണ്. പിന്നെ അവർ എൻട്രി ചെയ്തേക്കുന്ന സെക്ടർ എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഓക്കെ, എനിക്ക് ഈ സംശയത്തിന് സാറ് വ്യക്തമായ ഇതിൽ വിശദീകരിച്ച് മറുപടി പറഞ്ഞു തന്നതിൽ വളരെയധികം താങ്ക് യു, നന്ദി. താങ്ക് യു ജാഫർ, വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, അത് ജാഫർ വളരെ അതെ, കൃത്യമായ കാര്യങ്ങൾ excited, ചോദിക്കുകയും അതെ. അതിന് അദ്ദേഹം ആഗ്രഹിച്ച ഉത്തരങ്ങൾ ലഭിക്കുകയും ചെയ്തു. അതറിയത്തില്ല, ആഗ്രഹിച്ചാണ്. അല്ല, നമുക്കിപ്പോൾ അതിനകത്ത് ഈ സാധാരണ നിക്ഷേപകർക്കൊക്കെ എപ്പോഴും ഒരു സംശയമുണ്ട്. ന്യൂസുകളൊക്കെ പോസിറ്റീവായിട്ട് വന്നിട്ട് സ്റ്റോക്ക് എന്താണ് അതെ കയറാത്തത്? അതെ സ്റ്റോക്ക് കയറാത്തതിൻ്റെ ഒരു കാരണം ഈ അണ്ടർലൈൻ ട്രെൻഡും ഒക്കെ പൊതുവെ പോസിറ്റീവ് അല്ലാത്തതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇൻഡിവിജ്വൽ മാനേജ്മെൻ്റ് ഒക്കെ അനുസരിച്ച് ന്യൂസ് വരുമ്പോഴായിരിക്കും പലരും സെല്ല് ചെയ്യുന്നത് സ്റ്റോക്ക്. മാർക്കറ്റിനൊരു പ്രത്യേകതയുണ്ട്, മനസ്സിലായില്ലേ? ബൈ ഓൺ റൂമേഴ്സ് ആൻഡ് സെൽ ഓൺ ന്യൂസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ആ സമയത്ത് സാധാരണ ആളുകൾ വാങ്ങും, പക്ഷേ വലിയ ആളുകൾ അത് ആ സമയത്ത് ഓഫ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പലപ്പോഴും മാർക്കറ്റിൽ അത് നല്ല പോസിറ്റീവ് ന്യൂസ് വന്നിട്ട് സ്റ്റോക്ക് താഴേക്ക് പോകുന്നേ കാണും. ടെമ്പററി ആണ്, എന്നാലും നമുക്കത് ഒരു ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഓക്കെ, സോ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ വൈൻഡപ്പിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഈ വരുന്ന ഫെബ്രുവരി 1-ാം തീയതിയാണ് ഈ വരുന്ന 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ്. അതെ. അപ്പോൾ അതിൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ എങ്ങനെയാണ് സാറ് ആ ഒരു ബഡ്ജറ്റിനെ അനലൈസ് ചെയ്യുന്നത്, വരാൻ പോകുന്നത്? ഇപ്പോൾ ജനുവരി മാസത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ പോയി മാർക്കറ്റ്. അവിടെ നിന്ന് ഇപ്പോൾ ഒരു നല്ലൊരു സെൽ ഓഫ് വന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ 1400 പോയിൻ്റ് സെൽ ഓഫ് വന്നു. അപ്പോൾ അവിടെ നിന്ന് ചെറുതായിട്ട് റിക്കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടെക്നിക്കലി മാർക്കറ്റ് നോക്കുന്ന ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് FIs സെല്ല് ചെയ്ത് കിടക്കുക ഡെറിവേറ്റീവ് മാർക്കറ്റിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ ഷോർട്ട് പൊസിഷൻസ് കിടക്കുകയാണ്. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും പൊതുവേ അവർ ഷോർട്ടാണ് ബിൽഡ് ചെയ്ത് കിടക്കുന്നത്. ക്യാഷ് മാർക്കറ്റിൽ അവർ സെല്ല് ചെയ്യുന്നുണ്ട്, വേറെ കാര്യം. പക്ഷേ ഈ ടെക്നിക്കലി ഇത്രയും ഷോർട്ട് പൊസിഷൻസ് കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു ടെക്നിക്കൽ റീബൗണ്ട്, ഒരു നല്ല ഒരു ബഡ്ജറ്റ് വരികയാണെങ്കിൽ റീബൗണ്ട് ഉണ്ടാകും. ഇനിയിപ്പോൾ നല്ല ബഡ്ജറ്റ് വരാനുള്ള സ്കോപ്പ് എന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ കുറവാണ്. എന്നു പറഞ്ഞാൽ ഓൾറെഡി ഗവൺമെൻറ് GST റിഫോംസ് കൊണ്ടുവന്നു, ലേബർ റിഫോംസ് കൊണ്ടുവന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു. അതിപ്പോൾ ഗവൺമെൻറ് പരിധിയിലല്ല. ടാക്സസിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും GST കൗൺസിലിൻ്റെ പരിധിയിലാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഈ ബഡ്ജറ്റിൽ കൂടെ എന്ത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലും കൊണ്ടുവരുമോ എന്ന് എനിക്ക് പറയാനൊക്കത്തില്ല. ചാൻസസ് കുറവാണ്. ഇതിനേക്കാൾ ഉപരിയായിട്ട് ഒരു 3-4 സ്റ്റേറ്റുകൾ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ, വെസ്റ്റ് ബംഗാൾ, കേരള, തമിഴ്നാട് അടക്കമുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഇലക്ഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇലക്ഷൻസിന് മുന്നിൽ ഉള്ള സമയത്ത് ഗവൺമെൻറ് വലിയ തോതിലുള്ള റിഫോംസ് ഒന്നും അൺവീൽ ചെയ്യത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സെറ്റ് ആളുകളുമുണ്ട്. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രതീക്ഷയില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ബഡ്ജറ്റിൽ വലിയ പ്രതീക്ഷകൾ വെക്കുന്നില്ല എന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യമാണെന്ന് ഞാൻ പറയും. കാരണം ഈ സാധാരണ രീതി ബജറ്റിൽ വലിയ പ്രതീക്ഷകളൊക്കെ വെച്ച് ആൻറ്റിസിപ്പേഷനിൽ വലിയ ബിൽഡപ്പൊക്കെ ഉണ്ടായാൽ ബജറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ സെല്ല് ചെയ്യാം. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഇത്തവണ ബജറ്റ് കഴിഞ്ഞാൽ ഒരു വലിയ സെല്ലിങ്ങിലേക്ക് പോകാതെ വേണമെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം, വലിയ അങ്ങനത്തെ ഒരു പൊസിഷൻ ബിൽഡപ്പ് ഇല്ലാത്തതുകൊണ്ട്. ബട്ട് അറ്റ് ദ സെയിം ഡേ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള നല്ല അനൗൺസ്മെൻറ്റുകൾ ബജറ്റിൽ വന്നാൽ സ്വാഭാവികമായിട്ടും ബജറ്റ് ശേഷം മാർക്കറ്റിന് ഒരു റാലി ഉണ്ടാകും. അതായത് മാർക്കറ്റിൽ ഒരു 300-400 പോയിൻറ്റ് റാലി 1-2 ദിവസം കൊണ്ട് വേണമെങ്കിൽ ഉണ്ടാകാം, പോസിറ്റീവായിട്ട് വന്നാൽ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആളുകൾക്ക് അധികം പൊസിഷൻസ് ഒന്നുമില്ല. അപ്പോൾ ബജറ്റ് പോസിറ്റീവായിട്ട് വരികയും ചെയ്താൽ ഈ ഷോർട്ട് കവറിങ് വരുമ്പോൾ ഒരു റാലി ഉണ്ടാകും, നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു ടെക്നിക്കലും അല്ലാതെ ഉള്ളൊരു പൊസിഷൻ. പിന്നെ നമുക്ക് മാർക്കറ്റിൻ്റെ ബജറ്റിനെ പറ്റി നമ്മളൊരു പ്രോഗ്രാമൊക്കെ ഇവിടെ ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ബജറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി സ്പെക്കുലേറ്റ് ചെയ്യുന്നതിനകത്ത് കാര്യമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള എൻവയറമെൻറ്റിലാണ് ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ റുപ്പിയുടെ വില ക്രമാതീതമായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനകത്ത് 91.7 എന്നുള്ള ഒരു റെക്കോർഡ് ലോയിലെത്തി ഇന്ത്യൻ റുപ്പി. അപ്പോൾ ഇന്ത്യൻ റുപ്പി താഴേക്ക് പോകുന്നു, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകൾ അണ്ടർ പെർഫോം ചെയ്യുന്നു, ഇന്ത്യയിലെ കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റി കൂടുന്നില്ല എന്നൊക്കെ ഉള്ളത് ഒരു കൺസേൺ ആണ്. മറ്റുള്ള രാജ്യങ്ങളെക്കാളും ഇന്ത്യക്ക് ഒരു കൺസേൺ ആണ്. ഇന്ത്യയിൽ വളരെയേറെ എംപ്ലോയ്മെൻറ്റും മറ്റുമൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സമയമാണിത്. അപ്പോൾ ഗവൺമെൻറ് സൈഡിൽ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള റിഫോംസ് തന്നെയാണ് വേണ്ടത്. അത് നരേന്ദ്രമോദി ഗവൺമെൻറ് അതിന് തുനിയുമോ എന്നുള്ളത് നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഏതായാലും കുറച്ചുകൂടെ കുറയാൻ ചാൻസ് ഉണ്ട്. ഇൻഫ്ലേഷൻ വളരെയേറെ കൺട്രോൾ ആണെന്നുള്ളതും വേറെ രീതിയിലുള്ള മോശമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്തിട്ടില്ല ഇതുവരെ. ഗവൺമെൻറ് സൈഡിൽ നിന്ന് എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ സിറ്റുവേഷനെ അവർ അനലൈസ് ചെയ്തേക്കുന്നത്. പക്ഷേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഈ ടാരിഫ് കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളും കറൻസിയിലുള്ള പ്രഷറും ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനും എല്ലാം കൂടി ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രഷർ സിറ്റുവേഷനിലാണ് ഗവൺമെൻറ് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സമയത്ത് അവർ വന്ന് ബോൾഡായിട്ടുള്ള സ്റ്റെപ്പുകൾ കൊണ്ടുവരികയാണെങ്കിൽ മാർക്കറ്റ് അതിനെ തീർച്ചയായിട്ടും 2 കൈ നീട്ടി സ്വീകരിക്കും. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു ചുരുങ്ങിയ ഒരു സമയം കൊണ്ട്, ഈ ഒരു എപ്പിസോഡിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടായി. നമ്മുടെ Nifty 50 മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു, വിവിധ സെക്ടേഴ്സിനെ കുറിച്ച്, അണ്ടർ പെർഫോമിങ് അതുപോലെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സെക്ടേഴ്സിനെ കുറിച്ച് സംസാരിച്ചു. ഗോൾഡ് ആൻഡ് സിൽവർ ETF-കളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. എടുത്തു പറയാവുന്ന രീതിയിൽ 2-3 സ്റ്റോക്കുകളെ കുറിച്ചും നമ്മൾ സംസാരിക്കുകയുണ്ടായി.
അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചു. ആൻഡ് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും മറ്റൊരു വിഷയമായി വിത്ത് DBFS നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.